അധ്യായം 14. ഇബ്രാഹിം. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 52. ഇതിലെ 35-ാം സൂക്തത്തിൽ പ്രവാചകനായ ഇബ്രാഹിമിന്റെ അഥവാ അബ്രഹാമിന്റെ പേര് വന്നതിനാലാണ് അധ്യായത്തിന് ഈ പേര് ലഭിച്ചത്. പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ അവസാന കാലത്ത് അവതരിച്ചു. പ്രവാചകനെതിരെ രംഗത്തു വന്നവരെ ശക്തമായി താക്കീത് നൽകുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഈ അധ്യായം അവരെ സത്യമാർഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നു. ഗൌരവമുള്ള ശൈലിയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. ഇത് നാം നിനക്കിറക്കിയ വേദപുസ്തകമാണ്. ജനങ്ങളെ അവരുടെ നാഥന്റെ അനുമതിയോടെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ, പ്രതാപിയും സ്തുത്യർഹനുമായവന്റെ മാർഗത്തിലേക്ക്. ആകാശഭൂമികളിലുള്ളവയുടെയെല്ലാം ഉടമയായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക്. സത്യനിഷേധികൾക്ക് കഠിന ശിക്ഷയുടെ കൊടും നാശമാണുണ്ടാവുക. പരലോകത്തേക്കാൾ ഇഹലോക ജീവിതത്തെ സ്നേഹിക്കുന്നവരാണവർ. ദൈവമാർഗത്തിൽ നിന്ന് ജനത്തെ തടഞ്ഞു നിർത്തുന്നവരും ദൈവമാർഗം വികലമാകണമെന്നാഗ്രഹിക്കുന്നവരുമാണ്. അവർ വഴികേടിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. നാം നിയോഗിച്ച ഒരു ദൂതനും തന്റെ ജനതയുടെ ഭാഷയിലല്ലാതെ സന്ദേശം നൽകിയിട്ടില്ല. അവർക്കത് വിവരിച്ചു കൊടുക്കാനാണ് അങ്ങനെ ചെയ്തത്. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ വഴികേടിലാക്കുന്നു, അവനിച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അവൻ ഏറെ പ്രതാപിയും യുക്തിമാനും തന്നെ. മൂസയെ നാം നമ്മുടെ വചനങ്ങളുമായി അയച്ചു. നാം പറഞ്ഞു, നീ നിന്റെ ജനത്തെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക. അല്ലാഹുവിന്റെ സവിശേഷമായ നാളുകളെപ്പറ്റി അവരെ ഓർമ്മിപ്പിക്കുക. തികഞ്ഞ ക്ഷമയുള്ളവർക്കും നിറഞ്ഞ നന്ദിയുള്ളവർക്കും അതിൽ നിരവധി തെളിവുകളുണ്ട്. മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. അല്ലാഹു നിങ്ങൾക്കേകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ച കാര്യം. അവർ നിങ്ങളെ കഠിനമായി പീഡിപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ ആൺമക്കളെ അറുകൊല നടത്തുകയും പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുകയുമായിരുന്നു. നിങ്ങൾക്കതിൽ നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള വമ്പിച്ച പരീക്ഷണമുണ്ട്. നിങ്ങളുടെ നാഥൻ ഇങ്ങനെ വിളംബരം ചെയ്ത സന്ദർഭം. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകും. അഥവാ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്റെ ശിക്ഷ കടുത്തതായിരിക്കുകയും ചെയ്യും. മൂസ പറഞ്ഞു, നിങ്ങളും ഭൂമിയിലുള്ളവരൊക്കെയും സത്യനിഷേധികളായാൽ പോലും അല്ലാഹു തീർത്തും സ്വയം പര്യാപ്തനാണ്, സ്തുത്യർഹനും. നിങ്ങളുടെ മുൻഗാമികളുടെ വർത്തമാനം നിങ്ങൾക്ക് വന്നെത്തിയിട്ടില്ലേ? നോഹിന്റെ ജനതയുടെയും ആദ് സമൂദ് ഗോത്രങ്ങളുടെയും അവർക്ക് ശേഷമുള്ള കൃത്യമായി അല്ലാഹുവിനു മാത്രമറിയാവുന്ന സമുദായങ്ങളുടെയും വാർത്ത. അവരിലേക്കുള്ള നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുത്തു ചെന്നു. അപ്പോഴവർ കൈവിരലുകൾ തങ്ങളുടെ തന്നെ വായിൽ തിരുകിക്കയറ്റി. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഏതൊരു സന്ദേശവുമായാണോ നിങ്ങളെ അയച്ചിരിക്കുന്നത്, അതിനെ ഞങ്ങളിതാ കള്ളമാക്കി തള്ളുന്നു. ഏതൊന്നിലേക്കാണോ ഞങ്ങളെ നിങ്ങൾ വിളിക്കുന്നത്, അതേപ്പറ്റി ഞങ്ങൾ ആശങ്കാപൂർണമായ സംശയത്തിലാണ്. അവർക്കുള്ള പ്രവാചകന്മാർ പറഞ്ഞു, ആകാശഭൂമികളുടെ സ്രഷ്ടാവായ അല്ലാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം? അറിയുക, നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തുതരാനും നിശ്ചിത അവധി വരെ നിങ്ങൾക്ക് അവസരം നീട്ടിത്തരാനുമായി അവൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജനം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. ഞങ്ങളുടെ പിതാക്കൾ പൂജിച്ചിരുന്നവയിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ വ്യക്തമായ എന്തെങ്കിലും തെളിവ് കൊണ്ടുവരൂ. അവർക്കുള്ള പ്രവാചകന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ്. എന്നാൽ അല്ലാഹു തന്റെ ദാസന്മാരിൽ താൻ ഇച്ഛിക്കുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു.
ദൈവഹിതമനുസരിച്ചല്ലാതെ നിങ്ങൾക്ക് ഒരു തെളിവും കൊണ്ടുവന്നു തരാൻ ഞങ്ങൾക്കാവില്ല. വിശ്വാസികൾ അല്ലാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. ഞങ്ങൾ എന്തിന് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കണം? ഞങ്ങളെ അവൻ ഞങ്ങൾക്കാവശ്യമായ നേർവഴിയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്കേൽപ്പിച്ചു തരുന്ന ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഭരമേൽപ്പിക്കുന്നവരൊക്കെയും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. സത്യനിഷേധികൾ തങ്ങളുടെ ദേവദൂതന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. അപ്പോൾ അവരുടെ നാഥൻ അവർക്ക് ബോധനം നൽകി, ഈ അക്രമികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. അവർക്ക് ശേഷം നിങ്ങളെ നാം ഈ നാട്ടിൽ താമസിപ്പിക്കും. വിധിദിനത്തിൽ എന്റെ സന്നിധാനത്തെ ഭയപ്പെടുകയും എന്റെ താക്കീതിനെ പേടിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഔദാര്യമാണിത്. ആ ദേവദൂതന്മാർ വിജയത്തിനായി പ്രാർത്ഥിച്ചു. ധിക്കാരികളായ സ്വേച്ഛാധിപതികളൊക്കെ തോറ്റമ്പി. ഇതിനു പിന്നാലെ കത്തിയെരിയുന്ന നരകത്തീയുണ്ട്. ചോരയും ചലവും ചേർന്ന നീരാണവിടെ കുടിക്കാൻ കിട്ടുക. അത് കുടിച്ചിറക്കാൻ അവൻ ശ്രമിക്കും. എന്നാൽ വളരെ വിഷമിച്ച് അവൻ അത് തൊണ്ടയിൽ നിന്നിറക്കാനാവൂ. നാനാഭാഗത്തു നിന്നും മരണം അവന്റെ നേരെ വരും. എന്നാൽ ഒട്ടും മരിക്കുകയുമില്ല. ഇതിനു പിറകെ കഠിനമായ ശിക്ഷ വേറെയുമുണ്ട്. തങ്ങളുടെ നാഥനെ കള്ളമാക്കി തള്ളിയവരുടെ ഉദാഹരണമിതാ. അവരുടെ പ്രവർത്തനങ്ങൾ കൊടുങ്കാറ്റുള്ള നാളിൽ കാറ്റടിച്ചു പാറിപ്പോയ വെണ്ണീറു പോലെയാണ്. അവർ നേടിയതൊന്നും അവർക്ക് ഉപകരിക്കുകയില്ല. ഇതുതന്നെയാണ് അതിരുകളില്ലാത്ത വഴിക്കേട്. വളരെ കൃത്യതയോടെ അല്ലാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നീ കാണുന്നില്ലേ? അവനിച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളെ തുടച്ചുമാറ്റി പകരം പുതിയ സൃഷ്ടികളെ അവൻ കൊണ്ടുവരും. അല്ലാഹുവിനിതൊട്ടും പ്രയാസകരമല്ല. അവരെല്ലാവരും അല്ലാഹുവിങ്കൽ മറയില്ലാതെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ ലോകത്ത് ദുർബലരായിരുന്നവർ അഹങ്കരിച്ചു കഴിഞ്ഞിരുന്നവരോട് പറയും, തീർച്ചയായും ഞങ്ങൾ നിങ്ങളുടെ അനുയായികളായിരുന്നുവല്ലോ. അതിനാൽ ഇപ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇളവ് ഉണ്ടാക്കിത്തരുമോ? അവർ പറയും, അല്ലാഹു ഞങ്ങൾക്ക് വല്ല രക്ഷാമാർഗവും കാണിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കും രക്ഷാമാർഗം കാണിച്ചു തരുമായിരുന്നു. ഇനി നാം വെപ്രാളപ്പെടുന്നതും ക്ഷമ പാലിക്കുന്നതും സമമാണ്. നമുക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. വിധി തീർപ്പുണ്ടായിക്കഴിഞ്ഞാൽ പിശാച് പറയും, അല്ലാഹു നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനമാണ് നൽകിയത്. ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ഞാനത് ലംഘിച്ചു. എനിക്ക് നിങ്ങളുടെ മേൽ ഒരധികാരവുമുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ ക്ഷണിച്ചുവെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതിനാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട. നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി. എനിക്ക് നിങ്ങളെ രക്ഷിക്കാനാവില്ല. നിങ്ങൾക്ക് എന്നെയും രക്ഷിക്കാനാവില്ല. നേരത്തെ നിങ്ങൾ എന്നെ അല്ലാഹുവിന് പങ്കാളിയാക്കിയിരുന്നതിനെ ഞാനിതാ നിഷേധിക്കുന്നു. തീർച്ചയായും അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിക്കും. തങ്ങളുടെ നാഥന്റെ ഹിതമനുസരിച്ച് അവരവിടെ നിത്യവാസികളായിരിക്കും. അവിടെ അവരുടെ അഭിവാദ്യം സലാം, സമാധാനം എന്നായിരിക്കും. ഉത്തമവചനത്തിന് അല്ലാഹു നൽകിയ ഉദാഹരണം എങ്ങനെയെന്ന് നീ കാണുന്നില്ലേ? അത് നല്ല ഒരു മരം പോലെയാണ്. അതിന്റെ വേരുകൾ ഭൂമിയിൽ ആണ്ടിറങ്ങിയിരിക്കുന്നു. ശാഖകൾ അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്നു. എല്ലാ കാലത്തും അത് അതിന്റെ നാഥന്റെ അനുമതിയോടെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു ജനങ്ങൾക്ക് ഉപമകൾ വിശദീകരിച്ചു കൊടുക്കുന്നു, അവർ ചിന്തിച്ചറിയാൻ. ചീത്തവചനത്തിന്റെ ഉപമ ഒരു ക്ഷുദ്രവൃക്ഷത്തിന്റേതാണ്. ഭൂതലത്തിൽ നിന്ന് അത് വേരോടെ പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. അതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നുമില്ല.
സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് അല്ലാഹു സുസ്ഥിരമായ വചനത്താൽ സ്ഥൈര്യം നൽകുന്നു, ഇഹലോക ജീവിതത്തിലും പരലോകത്തും. അക്രമികളെ അല്ലാഹു വഴികേടിലാക്കുന്നു. അല്ലാഹു അവനിച്ഛിക്കുന്നതെന്തും ചെയ്യുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാത്തവരെ നീ കണ്ടില്ലേ? അവർ തങ്ങളുടെ ജനതയെ നാശത്തിന്റെ താവളത്തിലേക്ക് തള്ളിയിട്ടു, അഥവാ നരകത്തീയിലേക്ക്. അവരതിൽ കത്തിയെരിയും. അതെത്ര ചീത്ത താവളം! അവർ അല്ലാഹുവിന് ചില സമന്മാരെ സങ്കൽപ്പിച്ചു വെച്ചിരിക്കുന്നു, അവന്റെ മാർഗത്തിൽ നിന്ന് ജനത്തെ തെറ്റിക്കാൻ. പറയുക, നിങ്ങൾ സുഖിച്ചോളൂ, തീർച്ചയായും നിങ്ങളുടെ മടക്കം നരകത്തീയിലേക്കാണ്. സത്യവിശ്വാസം സ്വീകരിച്ച എന്റെ ദാസന്മാരോട് പറയുക, കൊള്ളക്കൊടുക്കകളും ചങ്ങാത്തവും ഉപകാരപ്പെടാത്ത ദിനം വന്നെത്തും മുമ്പേ അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കട്ടെ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യട്ടെ. അല്ലാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. അവൻ മാനത്തുനിന്ന് മഴ പെയ്യിച്ചു, അതുവഴി നിങ്ങൾക്ക് ആഹരിക്കാൻ കായ്കനികൾ ഉൽപ്പാദിപ്പിച്ചു. ദൈവനിശ്ചയപ്രകാരം സമുദ്രത്തിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് അവൻ കപ്പലുകൾ അധീനപ്പെടുത്തി തന്നു. നദികളെയും അവൻ നിങ്ങൾക്ക് വിധേയമാക്കി. നിരന്തരം ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രന്മാരെയും അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. രാപ്പകലുകളെയും നിങ്ങൾക്ക് വിധേയമാക്കി. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാനാവില്ല. തീർച്ചയായും മനുഷ്യൻ കടുത്ത അക്രമിയും വളരെ നന്ദികെട്ടവനും തന്നെ. ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം: എന്റെ നാഥ, നീ ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കണമേ. എന്നെയും എന്റെ മക്കളെയും വിഗ്രഹപൂജയിൽ നിന്നകറ്റി നിർത്തണമേ. എന്റെ നാഥ, ഈ വിഗ്രഹങ്ങൾ ഏറെപ്പേരെ വഴികേടിലാക്കിയിരിക്കുന്നു. അതിനാൽ എന്നെ പിന്തുടരുന്നവൻ എന്റെ ആളാണ്. ആരെങ്കിലും എന്നെ ധിക്കരിക്കുന്നുവെങ്കിൽ നാഥ, നീ ഏറെ പൊറുക്കുന്നവനും ദയാപരനുമല്ലോ. ഞങ്ങളുടെ നാഥ, എന്റെ മക്കളിൽ ചിലരെ കൃഷിയില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ ആദരണീയ മന്ദിരത്തിനടുത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാഥ, അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കാനാണത്. അതിനാൽ നീ ജനമനസ്സുകളിൽ അവരോട് അടുപ്പമുണ്ടാക്കണമേ. അവർക്ക് ആഹാരമായി കായ്കനികൾ നൽകണമേ. അവർ നന്ദി കാണിച്ചേക്കാം. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറച്ചുവെക്കുന്നതും തെളിയിച്ചു കാണിക്കുന്നതുമെല്ലാം നീ അറിയുന്നു. അല്ലാഹുവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതായി ഒന്നുമില്ല, ഭൂമിയിലും ആകാശത്തും. വയസ്സുകാലത്ത് എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും സമ്മാനിച്ച അല്ലാഹുവിന് സ്തുതി. തീർച്ചയായും എന്റെ നാഥൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എന്റെ നാഥ, എന്നെ നീ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവനാക്കണമേ. എന്റെ മക്കളിൽ നിന്നും അത്തരക്കാരെ ഉണ്ടാക്കണമേ. ഞങ്ങളുടെ നാഥ, എന്റെ ഈ പ്രാർത്ഥന നീ സ്വീകരിച്ചാലും. ഞങ്ങളുടെ നാഥ, വിചാരണ നാളിൽ നീ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മാപ്പേകണമേ. അക്രമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അല്ലാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ കരുതരുത്. അവൻ അവരെ കണ്ണുകൾ തുറിച്ചുപോകുന്ന ഒരു നാളിലേക്ക് പിന്തിച്ചിടുന്നുവെന്നേയുള്ളൂ. അന്ന് അവർ പരിഭ്രാന്തരായി തല പൊക്കിപ്പിടിച്ച് പാഞ്ഞടുക്കും. അവരുടെ തുറിച്ച ദൃഷ്ടികൾ അവരിലേക്ക് മടങ്ങുകയില്ല. അവരുടെ ഹൃദയങ്ങൾ ശൂന്യമായിരിക്കും. ജനത്തിന് ശിക്ഷ വന്നെത്തുന്ന ദിവസത്തെ സംബന്ധിച്ച് നീ അവരെ താക്കീത് ചെയ്യുക. അതിക്രമം പ്രവർത്തിച്ചവർ അപ്പോൾ പറയും: ഞങ്ങളുടെ നാഥ, അടുത്ത ഒരവധി വരെ ഞങ്ങൾക്ക് നീ അവസരം നൽകണമേ. എങ്കിൽ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകാം. നിന്റെ ദൂതന്മാരെ പിന്തുടരുകയും ചെയ്യാം. അവർക്കുള്ള മറുപടി ഇതായിരിക്കും: ഞങ്ങൾക്കൊരു മാറ്റവുമുണ്ടാവുകയില്ലെന്ന്
നേരത്തെ ആണയിട്ട് പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ? തങ്ങളോടു തന്നെ അതിക്രമം കാണിച്ച ഒരു ജനവിഭാഗത്തിന്റെ പാർപ്പിടങ്ങളിലാണല്ലോ നിങ്ങൾ താമസിച്ചിരുന്നത്. അവരെ നാം എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കു നാം വ്യക്തമായ ഉപമകൾ വഴി കാര്യം വിശദീകരിച്ചു തന്നിട്ടുമുണ്ട്. അവർ തങ്ങളുടെ കൗശലം പരമാവധി പ്രയോഗിച്ചു. എന്നാൽ അവർക്കെതിരിലുള്ള കൗശലം അല്ലാഹുവിങ്കലുണ്ട്. അവരുടെ കുതന്ത്രം പർവ്വതങ്ങളെ പിഴുതുമാറ്റാൻ പോന്നതാണെങ്കിലും അല്ലാഹു തന്റെ ദൂതന്മാർക്ക് നൽകിയ വാഗ്ദാനം ലംഘിക്കുമെന്ന് നീ ഒരിക്കലും കരുതരുത്. തീർച്ചയായും അല്ലാഹു പ്രതാപിയാണ്, പ്രതികാര നടപടി സ്വീകരിക്കുന്നവനും. ഈ ഭൂമി ഒരു നാൾ ഭൂമിയല്ലാതായിത്തീരും, ആകാശങ്ങളും അവയല്ലാതായി മാറും. ഏകനും എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനുമായ അല്ലാഹുവിന്റെ മുന്നിൽ അവർ മറയില്ലാതെ പ്രത്യക്ഷപ്പെടും. അന്ന് കുറ്റവാളികളെ നിനക്കു കാണാം. അവർ ചങ്ങലകളിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടവരായിരിക്കും. അവരുടെ കുപ്പായങ്ങൾ കട്ടിത്താറുകൊണ്ടുള്ളവയായിരിക്കും. തീനാളങ്ങൾ അവരുടെ മുഖങ്ങളെ പൊതിയും. ഓരോരുത്തർക്കും അവർ സമ്പാദിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നൽകാൻ വേണ്ടിയാണിത്. അല്ലാഹു അതിവേഗം കണക്കുനോക്കുന്നവനാണ്. തീർച്ച ഇത് മുഴുവൻ മനുഷ്യർക്കുമുള്ള സന്ദേശമാണ്. ഇതിലൂടെ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ അവൻ ഏകനായ ദൈവം മാത്രമാണെന്ന് അവരറിയാൻ, വിചാരശാലികൾ ചിന്തിച്ചു മനസ്സിലാക്കാനും.